ഇത്രയും ഡിലേ ആക്കുന്ന ഒരു രാജ്യം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ വിസ പ്രോസസ്സിനെ പറ്റിയിട്ടാണെന്ന്. വിസ പെട്ടെന്ന് കിട്ടുമോ, എത്ര നാളെടുക്കും, പ്രോസസ്സൊക്കെ എങ്ങനെയാണ്, വിസ കിട്ടിയാൽ പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ ഈ വീഡിയോ വിസേനെ കുറിച്ചിട്ടാണ്. പോളണ്ടിൽ വിസ പ്രോസസ്സ് എങ്ങനെയാണ്. സോ പോളണ്ടിൽ വിസ പെട്ടെന്ന് കിട്ടുമോ, വിസ പ്രോസസ്സിനൊക്കെ സമയം എടുക്കുമോ? വിസ പ്രോസസ്സിന് സമയം എടുക്കുമോ എന്ന് ചോദിച്ചാൽ അത്രയും എടുക്കില്ല. കമ്പയറിങ് വിത്ത് വിസ കിട്ടുന്നത്, വിസ കിട്ടാൻ നല്ല സമയം എടുക്കും. നല്ല സമയം എന്ന് പറഞ്ഞാൽ നല്ല സമയം എടുക്കും. എപ്പോൾ വിസ കിട്ടും എന്ന് അപ്ലൈ ചെയ്ത് നമുക്കും അറിയില്ല, ലോയർക്കും അറിയില്ല, ഇമിഗ്രേഷനിലിരിക്കുന്നവർക്കും അറിയില്ല. ഓക്കെ, വിസ തരാൻ ഇത്രയും ഡിലേ ആക്കുന്ന ഒരു രാജ്യം വേറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രയും ഡിലേ ഈവൻ സ്റ്റുഡൻസിന് പോലും എനിക്ക് മനസ്സിലാവണില്ല. കാരണം നമ്മൾ എല്ലാവരും ചോദിക്കും സ്റ്റേ ബാക്ക് ഉണ്ടോ, സ്റ്റേ ബാക്ക് ഉണ്ടോ. സ്റ്റേ ബാക്ക് ഒന്നും ഇല്ല. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഈവൻ ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് 1 വർഷത്തേക്കുള്ള വിസയാണ് നമുക്ക് കിട്ടുക. ഇപ്പം ഞാൻ 2025 മാർച്ച് ഇൻടേക്കായിരുന്നു. അപ്പം എനിക്ക് 2025 ഫെബ്രുവരി തൊട്ട് 2026 ഫെബ്രുവരി വരെയുള്ള വിസയായിരുന്നു എനിക്ക് അവരടിച്ച് തന്നത്. സോ ഇപ്പം എനിക്ക് വിസയില്ല. വിസയില്ല. ഞാനിവിടെ വന്ന് ഒരു 4 to 5 മന്തൊക്കെ ആയപ്പോഴേക്കും ഞാൻ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കാരണം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്താൽ ആദ്യം കിട്ടുമല്ലോ, അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ പോവാമല്ലോ, അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കാരണം നാട്ടിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. സോ ഞാൻ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഞാനൊരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് ഞാൻ അപ്ലൈ ചെയ്തത്. എനിക്ക് നവംബർ ആയപ്പം എനിക്ക് ബയോമെട്രിക്സിന് ഡേറ്റ് വന്നു. ഈ ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ VFS പോലെ തന്നെയാണ് ഇവിടുത്തെ ബയോമെട്രിക്സ്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുക്കുക, ഇതൊക്കെയാണ് ബയോമെട്രിക്സിൽ നമ്മൾ ചെയ്യുന്നത്. സോ ബയോമെട്രിക്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അവരൊരു ഡേറ്റ് തരും, ലൈക്ക് ഡിസിഷൻ ഡേറ്റ്. ആ ഡിസിഷൻ ഡേറ്റ് എൻ്റെ ഫെബ്രുവരിയിലായിരുന്നു. എൻ്റെ ഡിസിഷൻ ഡേറ്റ് ഫെബ്രുവരി ആയിരുന്നു. ഓർക്കുക, നവംബറിൽ എൻ്റെ ബയോമെട്രിക്സ് കഴിഞ്ഞു, എൻ്റെ ഡിസിഷൻ ഡേറ്റ് ഫെബ്രുവരി ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഡിസിഷൻ ഡേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിസയുടെ ഡിസിഷൻ എന്താണോ, നമുക്ക് വിസ ഉണ്ടോ, റിജക്ഷൻ ആണോ, അതോ വിസ അപ്രൂവ് ആയോ, ഇത് അറിയാനുള്ള ഡേറ്റ് ആണ് ഈ ഡിസിഷൻ ഡേറ്റ്. ഈ ഡിസിഷൻ ഡേറ്റിൻ്റെ അന്ന് ഡിസിഷൻ അറിഞ്ഞ ആരെങ്കിലും ഈ പോളണ്ടിലുണ്ടെങ്കിൽ അവരൊക്കെ മറ്റേ ഭാഗ്യം ഉച്ചിയിൽ നിൽക്കുന്നവരായിരിക്കും. ആ ഡിസിഷൻ ഡേറ്റിൻ്റെ അന്ന് ഡിസിഷൻ വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഉള്ളവർ യു ഗൈസ് ആർ സോ ലക്കി. ഓക്കെ, അപ്പം എൻ്റെ ഡിസിഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, അതിക്രമിച്ചു. കാരണം എൻ്റെ ഡിസിഷൻ ഡേറ്റും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 മാസമായി. ടോട്ടൽ ഒരു 6-7 മാസമായി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട്. ഇതുവരെ ഒരു അനക്കവും ഇല്ല. എപ്പം ലോയറിൻ്റെ അടുത്ത് നമുക്ക് പോർട്ടലിൽ നമുക്ക് നോക്കാൻ പറ്റും, ഇൻ പ്രോഗ്രസ് ഇൻ പ്രോഗ്രസ് ഇൻ പ്രോഗ്രസ്. എന്നാണോ എന്തോ കിട്ടുക എന്ന് തമ്പുരാന് മാത്രം അറിയാം. പിന്നെ എൻ്റെയൊക്കെ ഒരു കാത്തിരിപ്പല്ല. ഇവിടെ 1-2 വർഷമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് വിസയ്ക്ക് വേണ്ടിയിട്ട്. അത് വെച്ച് നോക്കുമ്പം എൻ്റെ ഈ 6 മാസം അത്ര വലിയ കാര്യമൊന്നും അല്ല. ഇവർ എന്തുകൊണ്ടാണ് വിസ പ്രോസസ്സ് അല്ലെങ്കിൽ വിസ തരാൻ ഇത്രയും ഡിലേ ആവണത് എന്ന് അറിയില്ല. ഇത്രയും ഡിലേ ആക്കുന്നത് ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും, മാസ്റ്റേഴ്സ് ചെയ്യുന്നതായിക്കോട്ടെ, ബാച്ചിലേഴ്സ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് പറയുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യും. പക്ഷേ ഇപ്പം ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് അല്ല, നമ്മൾ മറ്റേ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ ഫൈൻ, നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് വിസ കിട്ടാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ റിജക്ഷൻ തരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നുമില്ല. നമ്മൾ കറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, നമ്മുടെ ഹൗസ് കോൺട്രാക്റ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ, നമ്മൾ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യണത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവർ വിസ തരുന്നില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇരിക്കുകയാണ്. ഓക്കെ, ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെയും ഗതി ഇത് തന്നെയാണ്. ലാസ്റ്റ് ഡേ എൻ്റെ ഒരു ഫ്രണ്ട്, ആൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 11 months ആയി. പക്ഷെ ഇതുവരെ ഒരു അപ്ഡേറ്റും ഇല്ല ആൾക്ക്. സോ നമുക്ക് ഇമിഗ്രേഷനിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും ലൈക്ക് ഒരു 1 to 2 hours നമുക്ക് കോൾ വെയിറ്റിംഗ് ആയിരിക്കും. നമ്മൾ ക്യൂവിലാണെന്ന് പറയും. ഓക്കെ വാട്ട് എവർ. അവസാനം കോൾ കണക്റ്റായി.
കണക്ട് ആയി കഴിഞ്ഞപ്പോൾ ഒരു ലേഡി ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മുടെ കേസ് നമ്പർ ഉണ്ട്. നമ്മുടെ ബയോമെട്രിക്സും ഡോക്യുമെന്റ്സും സബ്മിറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കേസ് നമ്പർ ഉണ്ട്. സോ ആ കേസ് നമ്പർ പുള്ളിക്കാരത്തി ചോദിച്ചു, പറഞ്ഞു കൊടുത്തു. ഓക്കെ. അപ്പം പുള്ളിക്കാരത്തി ചെക്ക് ചെയ്യുകയാണ് എന്താണ് വിസയുടെ അപ്ഡേറ്റ്, ലൈക്ക് എന്താണ് സ്റ്റേറ്റസ് എന്നുള്ള കാര്യം. സോ അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു, ഞാൻ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായി, ലൈക്ക് 11 to 12 months ആയി, ഇതുവരെ അപ്ഡേറ്റ് ഒന്നും ഇല്ല. ഞാൻ ഇനിയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും വിസ പെട്ടെന്ന് കിട്ടാനായിട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചു, നമ്മുടെ ഒരു സമാധാനത്തിന്. ഏത് ഓക്കെ. അപ്പം ഈ ലേഡി പറയാണ്, ഈ 11 to 12 months എന്നൊക്കെ പറയുന്നത് ഒരു വെയിറ്റിംഗ് ആണോ? ഇവിടെ 1, 2, 3 വർഷമായിട്ട് വിസ കിട്ടാത്ത ആൾക്കാരുണ്ട്. വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഈ 11, 12 മാസമൊക്കെ ഒരു വെയിറ്റിംഗ് അല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വിസ കിട്ടും. വിസ കിട്ടും നിങ്ങൾക്ക്. പക്ഷേ എപ്പോൾ കിട്ടുമെന്നൊന്നും അവർക്ക് അറിയത്തില്ല. വിസ കിട്ടും, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇരുന്നോണം. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിരിക്കും. എന്ന് വരുമോ തമ്പുരാൻ മാത്രം അറിയാം. ഓക്കെ, ഇതൊരാളുടെ കേസ്. ഇപ്പം നിങ്ങൾ ഓർക്കും വിസ ആർക്കും കിട്ടണില്ലേ? കിട്ടുന്നുണ്ട്. വിസ കിട്ടുന്ന ആൾക്കാരുണ്ട്, റെയർ ഓഫ് റെയറസ്റ്റ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ 2 ഫ്രണ്ട്സ്, അതിൽ ഒരുത്തന് വിസ കിട്ടി. അവന് ഡിസിഷൻ ഡേറ്റ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം അവന് വിസ കിട്ടി. ഓക്കെ. പക്ഷെ ഇവൻ്റെ കൂടെ ഇവന്മാർ 2 പേരും ഒരേ ലോയറിൻ്റെ അടുത്ത് ഒരേ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് ഇവന്മാർ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം അതിൽ ഒരുത്തന് വിസ കിട്ടി, മറ്റവന് റിജക്ഷൻ വന്നു. മറ്റേയാൾക്ക് റിജക്ഷൻ വന്നു. ഇതിനകത്ത് റിജക്ഷൻ കിട്ടിയവൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹൗസ് കോൺട്രാക്ട്. നമ്മൾ ഇവിടുത്തെ എവിടെയാണോ നമ്മുടെ അക്കോമഡേഷൻ, നമ്മൾ അതിൻ്റെ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവന്മാർ 2 പേരും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചു, എല്ലാം വന്നു. ഒരുത്തന് വിസ കിട്ടി, മറ്റവന് വിസ കിട്ടില്ല, റിജക്ഷൻ വന്നു. അവൻ്റെ റിജക്ഷൻ്റെ റീസൺ ഹൗസ് കോൺട്രാക്റ്റ് ആണ്. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ 2 പേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീട്ടിൽ ഒരൊറ്റ ഹൗസ് കോൺട്രാക്റ്റ് ആണ് ഇവന്മാർ 2 പേരും വെച്ചത്. ഓക്കെ. എന്നിട്ട് ഒരുത്തന് വിസ വന്നു, മറ്റവന് റിജക്ഷൻ കിട്ടി. വൈ? എന്തുകൊണ്ട് റിജക്ഷൻ കിട്ടി? എനിക്ക് മനസ്സിലാവില്ല, ഇമിഗ്രേഷനിൽ ഇരിക്കുന്നവർ എന്തിൻ്റെ ബേസിലാണ് ഒരാൾക്ക് റിജക്ഷനും മറ്റേ ആൾക്ക് അപ്രൂവലും കൊടുക്കുന്നത്? ഡോക്യുമെന്റ്സ് നോക്കണില്ല ഇവര്? നോക്കാതാണോ കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിരിക്കും. അതിൽ അവർ ചെക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഡോക്യുമെന്റ്സ് നോക്കും, ഇവൻ കൊള്ളാം, ഇരിക്കട്ടെ, ഇവനൊരു വിസ. ഓക്കെ, ഇവളത്ര പോരാ, ഇവക്ക് റിജക്ഷൻ. അങ്ങനെയാണോ? ആയിരിക്കും, എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ കളികൾ. സോ അതുകൊണ്ട് പെട്ടെന്ന് നാട്ടിൽ പോകാം എന്നുള്ള മോഹമൊന്നും വേണ്ട. ഞാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത്, ഓക്കെ, 1 വർഷം കഴിയും, അപ്പം ഇനിയിപ്പം നമുക്ക് വെക്കേഷനാണ് ഒരു 3 മാസം, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം എന്തായാലും വിസ കിട്ടും. അതാണ് ആദ്യം വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തത്. വിസ പെട്ടെന്ന് കിട്ടുമല്ലോ, അപ്പം ഓണത്തിന് നാട്ടിലൊക്കെ പോവാം എന്നുള്ള മൈൻഡൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രം. അതുകൊണ്ട് വിസ പെട്ടെന്ന് കിട്ടും, അതുകൊണ്ട് എല്ലാ കൊല്ലവും നാട്ടിലൊക്കെ പോവാം എന്നുള്ള മൈൻഡൊന്നും വേണ്ട നിങ്ങൾക്ക്, പ്ലീസ് വേണ്ട. കാരണം വിസ കിട്ടില്ല. ഇതുവരെ അങ്ങനെയാണ്. ഇനിയും എന്തെങ്കിലും എന്താ പറയേണ്ടത്, മാജിക്കോ അങ്ങനെ എന്തെങ്കിലും ബോധോദയം വന്നിട്ട് എല്ലാവർക്കും പെട്ടെന്ന് വിസ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. നാട്ടിലൊക്കെ പോവാമല്ലോ. നാട്ടിൽ മാത്രമല്ല, നമുക്കിവിടെ അടുത്തുള്ള ഏതെങ്കിലും കൺട്രിയൊക്കെ പോകണമെങ്കിലും വിസ വേണം. ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ പോളണ്ടിൽ തന്നെ ഗഡാൻസ്കും ക്രക്കോയും ഒക്കെ കറങ്ങി നടക്കാം. അത്രേ നമുക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സോ വിസ കിട്ടാത്തവർ വിഷമിക്കണ്ട. എന്നോടും എനിക്കും വിസയില്ല, ഞാനും വിഷമിക്കുന്നില്ല. വിസ കിട്ടിയവർ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നിട്ട് അത് തീരുമ്പോൾ അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വീണ്ടും കാത്തിരിക്കുക, ഇതേപോലൊക്കെ തന്നെ. സോ ഇതൊക്കെയാണ് വിസയുടെ കാര്യങ്ങൾ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. വിസ കിട്ടാത്തവർ ഒന്നും വിഷമിക്കരുത്. വിസ കിട്ടും, എപ്പോഴെങ്കിലും വിസ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഇതൊന്നും ചെയ്യേണ്ട, കൂൾ സീൻ, ഒരു പ്രശ്നമില്ല. കഷ്ടപ്പെട്ട് ആരും ഇഷ്ടപ്പെടണ്ട. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ, പിന്നെ കാണാം.